അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്നി ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹു മൗലാന. ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ ഈദുൽ അദ്ഹ അഥവാ ബലി പെരുന്നാൾ എന്ന പേരിൽ നമുക്ക് സുപരിചിതമായ അത് ഇവിടെ ആഗതമാവുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഈദുകളാണ് നമുക്ക് ആഘോഷിക്കാനുള്ളത്. ഒന്ന് ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. ഈ രണ്ട് ഈദുകളെയും ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ദിനത്തിൽ പ്രത്യേകമായി ശറഈ ചെയ്യപ്പെട്ട ഇബാദത്തുകൾ, ആ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട മര്യാദകൾ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് ആ ദിവസത്തിനെ ധന്യമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ആവശ്യമാവുന്ന ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവുമായുള്ള ആ സാമീപ്യം അത് കരസ്ഥമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അതിനുള്ള ഒരു വേദിയായിട്ടാണ് ഈദുകളൊക്കെ നമ്മൾ കാണേണ്ടത്. അതിനുള്ളൊരു വേദിയായിട്ടാണ് നമ്മളുള്ള കൽപ്പനയും. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അദ്ഹ നമ്മൾ ആഘോഷിക്കപ്പെടേണ്ട പ്രത്യേകമാവുന്ന ഒരു ദിനമാണത്. ആ ദിവസത്തിൽ ഒരുപാട് മഹാന്മാരോട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളുടെ അതിൻ്റെ പശ്ചാത്തലം, ആ ചരിത്രങ്ങളെ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെയും അവരുടെ പ്രിയ പത്നി ഹാജറ റളിയല്ലാഹു തആല അൻഹയുടെയൊക്കെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വലിയ ത്യാഗ സ്മരണകളാണ് ഈ ദിവസത്തിൽ കൂടി നാം ഓർക്കേണ്ടത്. വിശുദ്ധമായ ദീനിനു വേണ്ടി സർവസ്വവും അർപ്പിക്കാൻ തയ്യാറായിരുന്ന ആ മഹാന്മാർ, അവരുടെ ആ അർപ്പണ ബോധം അത് നമുക്ക് പ്രചോദനമാവണം. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധമാവുന്ന വിശ്വാസത്തിന് അത് ഉത്തേജനമാവണം. അതുകൊണ്ട് ആ മഹാന്മാർക്കുള്ള അവരുടെ ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും സന്തോഷവുമൊക്കെ കൈവരിക്കാൻ വേണ്ടി വിശുദ്ധനാഥനിലേക്കുള്ള ആ സാമീപ്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി, അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി
മഹാന്മാർ ചെയ്ത അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ത്യാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, നമ്മളെ ബന്ധപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ നിലക്ക് വിശുദ്ധ ദീനിന് വേണ്ടിയുള്ള ഒരു അർപ്പണ സ്വഭാവം അത് നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അതുപോലെ തന്നെ വലിയ പെരുന്നാൾ ദിവസത്തിൽ കൽപ്പിക്കപ്പെട്ട പ്രത്യേകമാവുന്ന നിസ്കാരം, വലിയ പെരുന്നാൾ നിസ്കാരം, ആ ദിവസത്തിലും അതിനോട് തുടർന്നുള്ള മറ്റുള്ള ദിവസങ്ങളിലും മുഖയ്യതായും മുത്തലക്കായും ഒക്കെ ചെയ്യേണ്ട തക്ബീർ ധ്വനികൾ അത് നമ്മൾ മുഴക്കുക. ഓഹിയത്തിന് ആവതുള്ള അതിനൊക്കെ സൗകര്യമുള്ള ആളുകൾ ആ ഉലഹിയത്താവുന്ന ആ പ്രത്യേക ഒരു ദാനധർമ്മം, ഒരു അർപ്പണം, വലിയ അർപ്പണം അത് നിർവഹിക്കാനും അതിൽ നിന്ന് പുണ്യം കരസ്ഥമാക്കാനും പരമാവധി കഴിവുള്ളവരൊക്കെ അതനുസരിച്ച് അത് ചെയ്യണം. മറ്റ് കുടുംബങ്ങളിൽ വേണ്ടതുപോലെ അവർക്ക് ആവശ്യമാവുന്ന സുഖ സൗകര്യങ്ങൾ, വസ്ത്രങ്ങളിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും മറ്റ് അവർക്ക് വേണ്ട എല്ലാവിധ അവരുടെ മാനസികമായ ഉല്ലാസത്തിനും സന്തോഷത്തിനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും സന്നദ്ധരാവണം. അതോടൊപ്പം കുടുംബങ്ങളോടുള്ള ബന്ധം അത് ശക്തിപ്പെടുത്തുക, അയൽവാസികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, സ്വന്തം സമുദായക്കാരുമായുള്ളതായ ബന്ധം ശക്തിപ്പെടുത്തുക, ഇതര സഹോദര സമുദായവുമായുള്ളതായ ബന്ധം ശക്തിപ്പെടുത്തുക. ഓരോ വിഭാഗം ആളുകൾക്കും ഒരു മുഅ്മിനി, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ നമ്മുടെ കർത്തവ്യം, നമുക്കുള്ള കടമകൾ അത് നമ്മൾ നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. രാജ്യത്ത് സ്നേഹവും സന്തോഷവും ഐക്യവും ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്ന പ്രവൃത്തികൾ നമ്മൾ നേതൃത്വം നൽകുക. ആ പ്രവൃത്തികൾ എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അനൈക്യത്തിന്, ഛിദ്രതക്ക്, വിദ്വേഷത്തിനൊക്കെ അതിന് അടിത്തറ നൽകുന്നതായ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ആ നിലക്ക് ഒരു യഥാർത്ഥ മുഅ്മിൻ അവൻ എങ്ങനെ ജീവിക്കേണ്ടത്, ആ ജീവിക്കേണ്ട ആ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞെന്ന് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിൽ ഈ ആഘോഷങ്ങളെ ഒരു ഇബാദത്തായി മാറ്റാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപദേശിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പാവപ്പെട്ടവൻ്റെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അത് ഏത് മേഖലയിലാണെങ്കിലും, അവൻ്റെ ഭക്ഷണത്തിൻ്റെ മേഖലയിലാവട്ടെ, ആരോഗ്യത്തിൻ്റെ മേഖലയിലാവട്ടെ, പാർപ്പിടത്തിൻ്റെ മേഖലയിലാവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും അതിന് ആവശ്യമാവുന്ന നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം. അത് സ്വന്തം സമുദായക്കാരാവട്ടെ, മറ്റുള്ള സമുദായക്കാരാവട്ടെ, ഏവർക്കും
നന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സന്മനസ്സ്, ആ നല്ലൊരു മനസ്സാണ് ഈ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത്. ഒരു നിർമ്മലമായ ഹൃദയം, ആ ഹൃദയത്തിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും നിലക്കുള്ള പകയോ അല്ലെങ്കിൽ അവരോടുള്ള എന്തെങ്കിലും നിലക്കുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അവരോടുള്ള അസൂയ, അങ്ങനത്തെ ദുസ്വഭാവങ്ങൾ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നന്മകളെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഈമാനിനെ ഹൃദയത്തിൽ വളർത്തിയെടുത്ത് ആ ഈമാനിൽ നിന്ന് എല്ലാ നന്മകളും ഉണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാവട്ടെ ഇന്ന് ഈ ഈദ് ദിവസത്തിൽ ഓരോ മുസ്ലിമിൽ നിന്നും ഉണ്ടാവേണ്ടത്. അത് എല്ലാവർക്കും മാതൃകയാവുന്ന, എല്ലാവരും മാതൃകയാക്കപ്പെടുന്ന, ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടും കൊണ്ട് ജീവിക്കാനൊക്കെ ഉള്ള പരിശ്രമം ഓരോ ആളുകളിൽ നിന്നും ഉണ്ടാവണമെന്നും വിശുദ്ധമാവുന്നതായ ഈ ദിവസങ്ങളൊക്കെ അതിനുള്ള ആദരവ് ബഹുമാനങ്ങളൊക്കെ അത് പ്രകടമാക്കുക എന്നതാണ് ഇതുപോലുള്ള ഈദുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഈ ദിവസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നമ്മോട് കൽപ്പിച്ചതുപോലെ ഈ ദിവസത്തിൽ ചെയ്യേണ്ട നന്മകളെ എണ്ണി പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദാ ഈദുന, ഇതാണ് നമ്മുടെ പെരുന്നാൾ. അപ്പോൾ നന്മകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടിട്ട് ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലേക്കും മനുഷ്യരിലേക്ക് മാത്രമല്ല അള്ളാഹുവിൻ്റെ സർവ്വചരാചരങ്ങളിലേക്കും സർവ്വചരാചരങ്ങളോടും ഒരുപാട് കടമകളും കടപ്പാടുകളും നമുക്കുണ്ട്. ആ കടമകളും കടപ്പാടുകളൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അത് ചെയ്ത് അത് നിറവേറ്റി കൊണ്ടിട്ട് യഥാർത്ഥ മോമിനായി കൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മോമിനിയങ്ങളാവുന്ന എല്ലാവരോടും പ്രത്യേകം ഉണർത്തുന്നതിനോടുകൂടെ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും വിശുദ്ധമാവുന്നതായ ഈദിൻ്റെ ആ നല്ല സന്ദേശം എത്തിക്കുകയും എല്ലാവർക്കും ബലിപെരുന്നാളിൻ്റെ ആശംസകളും അതിൻ്റെ നന്മകളൊക്കെ നേരുകയും ചെയ്യുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് 100 ചില്ലാനം വർഷങ്ങളായി ഇവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡിനടുത്ത കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അതൊരു ചരിത്ര സംഭവമാക്കുന്നതിൽ എല്ലാവരും സഹകരിക്കണമെന്നും ആ സമ്മേളനത്തിനുള്ള വിജയത്തിനായി കൊണ്ട് എല്ലാവരും പ്രത്യേകം എല്ലാ നിലക്കും പ്രവർത്തിക്കണമെന്നും പ്രത്യേകം പ്രസ്ഥാന ബന്ധുക്കളോടൊക്കെ ഉണർത്തിക്കൊണ്ടിട്ട് രാജ്യത്തുള്ള എല്ലാവരുടെയും എല്ലാ പാർട്ടികളുടെയും മതവിശ്വാസികളുടെയൊക്കെ എല്ലാ നിലക്കുള്ള പിന്തുണയും എല്ലാ നിലക്കുള്ള സഹകരണവും സഹായമൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100-ാം വാർഷികത്തിന് ഉണ്ടാവണമെന്നും പ്രത്യേകമായി കൊണ്ട് സാന്ദർഭികമായി എല്ലാവരോടും ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.